ആദ്യം നമ്മൾ ലൈനിങ്ങിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ലൈനിങ് ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്. ബാക്ക് പീസാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ബാക്ക് പീസ് കട്ട് ചെയ്യുമ്പോൾ ലൈനിങ് രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം കണ്ടോ ഇതേപോലെ ആദ്യം നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് മെഷർമെൻറ്റ് തന്നിട്ടുണ്ടെന്ന് കേട്ടോ. ഈ മെഷർമെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് അളവെടുക്കാം. പാനും ഒക്കെ ആകട്ടെ. അങ്ങനെ ലൈനിങ്ങിനെ നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് ഇനി ബാക്ക് പീസ് കട്ട് ചെയ്യാം. അപ്പം ബ്ലൗസിൻ്റെയും ബാക്ക് പീസ് ബാക്ക് ഭാഗത്ത് ഇറക്കവും വണ്ണം എടുക്കണം. അപ്പോൾ നമ്മളിത് ഇങ്ങനെ എടുത്തതിന് ശേഷം ഷോൾഡറിൽ നിന്ന് വേണ്ട ഈ ഷോൾഡറിൻ്റെ ഈ ജോയിൻറ്റിൽ നിന്ന് എന്തുമാത്രം ഇറക്കം വേണമെന്ന് വെച്ചിട്ട് അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടണം. കൂടെ നമുക്ക് 15 ഇഞ്ചാണ് ഇറക്കം വന്നേക്കുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടണം. അപ്പോൾ 15 പ്ലസ് 1 16 കേട്ടോ. പതിനാറര എടുത്തിട്ട് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ ഒരു ലൈൻ കൊടുക്കാം. കണ്ടല്ലോ. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഷോൾഡർ എടുക്കണം. ഷോൾഡർ എടുക്കുമ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ബ്ലൗസ് ഇങ്ങനെ ഇട്ടതിന് ശേഷം എല്ലാ മെഷർമെൻറ്റും ഒരു ബുക്കിൽ എഴുതിയിടണം കേട്ടോ. എന്നിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഷോൾഡർ ഇങ്ങനെ ഇട്ടതിന് ശേഷം ബ്ലൗസിൻ്റെ ഭാഗം ഇട്ടതിന് ശേഷം ഇങ്ങനെ എടുത്താൽ മതി. ഇത് 13 ഉണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി എത്ര? 6. അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു മെത്തേഡുണ്ട്, അത് ഞാൻ പറയാം. ഷോൾഡർ എടുത്തതിന് ശേഷം നെക്കിൻ്റെ ലെന്ത്, ബാക്ക് നെക്കിൻ്റെ ലെന്ത് 7 ഇഞ്ച്. അപ്പോൾ 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. വിത്ത് കൂടെ നോക്കണം കേട്ടോ. വിത്ത് നെക്കിൻ്റെ വിത്ത് 6 ഇഞ്ചാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി 3 ഇഞ്ച്. അപ്പം ബാക്ക് നെക്കിൻ്റെ ഈ നെക്ക് വിത്ത് 6 ഇഞ്ച്. 6 ഇഞ്ച് എടുക്കുമ്പോൾ അതിൻ്റെ പകുതി 3 ഇഞ്ച് വരും അല്ലേ. 3 എടുക്കുമ്പോൾ 3 എടുക്കണ്ട, നമ്മൾ തയ്യെടുത്തുമ്പോട് കൂടി കുറയ്ക്കണം. അപ്പോൾ നമ്മൾ തയ്ച്ച് വരുമ്പോൾ അത് 3 ആവും കേട്ടോ. വിത്ത് കൂടും. അപ്പോൾ ഞാനൊരു 2.5 ഒരു പോയിൻ്റ് കൂടെ എടുക്കുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നെക്കിൻ്റെ ലെന്ത് 7 എനിക്ക് കിട്ടിയത്. അപ്പോൾ ആ 7 ഇഞ്ച് നെക്ക് ലെന്തും ബാക്കിലെ ലെന്തും നെക്ക് വിത്തും കൂടെ കറക്റ്റാക്കാം. എന്നിട്ട് ഈ ബോക്സിൽ നിന്ന് നമുക്ക് 1 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യാം. അതെന്തിനാ? നമുക്കിങ്ങനെ ഷേപ്പ് എടുക്കാം. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം തോൾ വീതി ഞാൻ പറഞ്ഞില്ല. ഇങ്ങനെ എടുത്ത നെക്ക് ഷോൾഡർ എടുക്കുന്ന വ്യത്യാസം 2-3 രീതി ഉണ്ടെന്ന്. ഇങ്ങനെ എടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇത് ഈ ജോയിൻ്റ് മുതൽ ഈ ജോയിൻ്റ് വരെ സ്ലീവിൻ്റെ ഇവിടം വരെയുള്ള ജോയിൻ്റ് നീളം വന്നേക്കുന്നത് 3 ഇഞ്ച്. അപ്പോൾ എടുക്കുമ്പോൾ ഇതിൽ നിന്ന് ഇവിടം വരെ എടുക്കണം. ഈ നെക്ക് വിത്തിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കണം. 3 ഇഞ്ചാണ് വേണ്ടത്. നമുക്ക് തയ്യെടുത്തുമ്പോൾ വേണമല്ലോ. അപ്പോൾ 3.5 എടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം കൈക്കുഴി എടുക്കുന്നത്. കൈക്കുഴി എടുക്കുമ്പോൾ അളവ് ബ്ലൗസ് നോക്കിയിട്ട് അളവ് ബ്ലൗസ് കറക്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇവിടുന്ന് കാണുന്നോ, ഇവിടുന്ന് ഈ കൈയുടെ ജോയിൻ്റ് വരെയുള്ള ഇറക്കം നോക്കണം. അപ്പോൾ ഈ ആൾക്ക് 6 ഇഞ്ചാണ് വന്നേക്കുന്നത്. അതും ഒരു 6 ഇഞ്ച് എടുത്തിട്ട് അത് മാർക്ക് ഇങ്ങനെ എഴുതി വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ആം ഹോൾ റൗണ്ട് കൂടെ നോക്കുക. ആം ഹോൾ റൗണ്ട് വന്നേക്കുന്ന ഈ അളവിൻ്റെ ആൾക്ക് 10 ഇഞ്ച് വരും. 10 10 20 2 ഭാഗം കൂടെ വരുമ്പോൾ അപ്പോൾ ഈ 20 നമുക്ക് ആം ഹോൾ റൗണ്ട് കിട്ടണം. അപ്പോൾ ആ പ്രകാരം വേണം കൈക്കുഴി ലെന്ത് കൂട്ടുന്നത്. ഞാൻ ആദ്യം ഒരു ഷോൾഡറിൽ നിന്ന് നമുക്കിവിടെ കിട്ടിയല്ലോ, ആ ഷോൾഡറിൽ നിന്ന് 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. നേരെ വരയ്ക്കുക കേട്ടോ. ഇവിടാണ് ചെസ്റ്റ് ലൈൻ.
ഈ 6 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നമുക്ക് ചെസ്റ്റ് ലൈൻ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്നുള്ള ബാക്കിൽ വണ്ണാൽ എടുക്കുന്നത് ഇവിടെ നിന്നുള്ള ഈ ജോയിൻ്റ് മുതൽ ഈ ജോയിൻ്റ് വരെയുള്ള വണ്ണം എടുക്കണം. അപ്പോൾ ഈ വ്യക്തിക്ക് 23.5 വന്നേക്കുന്നത്. ഈ അളവിൽ വന്നേക്കുന്നത് 23.5. 23.5യുടെ പകുതി 11.5 11.75 വരും അല്ലേ. വേസ്റ്റ് ഭാഗത്തെ വണ്ണം കൂടെ നോക്കുക. അപ്പോൾ വേസ്റ്റ് ഭാഗത്തെ വണ്ണം 21.5 വരുമ്പോൾ ഇവിടെ അരയിഞ്ച് ടക്ക് വരും. അരയിഞ്ച് വീതം ടക്ക് വരും. അപ്പോൾ അതിന് 21.5 1 ഇഞ്ച് കൂടെ കൂട്ടണം. ടക്കിന് 1 ഇഞ്ച് കൂട്ടണം. അരയിഞ്ച് പോകും. 22.5. അപ്പം നമുക്കിവിടെ 21.5 അപ്പോൾ അതിൻ്റെ പകുതി വേസ്റ്റ് ഭാഗത്ത് വണ്ണം 21.5 അപ്പോൾ 22.5 ടക്കിന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ 22.5യുടെ പകുതി എത്ര? 11.5 അല്ലേ? അല്ല 11.25. 11.25 ഇവിടെ നമുക്ക് എത്ര വേസ്റ്റ് ഭാഗത്ത് വണ്ണം എത്ര കിട്ടിയത്? 23.5. അപ്പം 11.25. ഓക്കെ, കണ്ടോ? ഈ 11.25 ഇത് രണ്ടും കൂടെ നമുക്ക് ഇങ്ങനെ ലൈൻ ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ആം ഹോൾ എങ്ങനെയാണ് കുഴിച്ചു വെട്ടുന്നതെന്ന് നോക്കുന്നത്. ഇവിടുന്ന് ഒരു 1.5 ഇങ്ങനെ മാർക്ക് ചെയ്യുക. എന്നിട്ട് 6ൻ്റെ പകുതി എത്ര? 3. നമുക്ക് എന്നിട്ട് ഇതേപോലെ 6ൻ്റെ പകുതിയിൽ നിന്ന് ടച്ച് ചെയ്ത് നമ്മുടെ ഈ വണ്ണത്തിൻ്റെ അവിടെ കൊണ്ടുവന്നു. അപ്പോൾ ഇത് നമുക്കിവിടെ 20 കിട്ടിയോ നോക്കണം. ആം ഹോൾ റൗണ്ട് 20 അല്ലേ. അപ്പോൾ നമുക്കിവിടെ 20 കിട്ടിയോ എന്ന് നോക്കാം. നമുക്കിവിടെ 20 കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ അളവിന് 6 ഇഞ്ച് കൈക്കുഴി വേണം. ഈ ആം ഹോൾ റൗണ്ടിൻ്റെ അനുസരിച്ചാണ് കൈക്കുഴിയുടെ ലെന്ത് വരുന്നത് കേട്ടോ. ഇതേപോലെ ഒരു ആം ഹോൾ റൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ മെഷർമെൻ്റ് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ലെന്തിൻ്റെ പകുതി ഷോൾഡർ കൈക്കുഴിയുടെ ലെന്ത് 6.5 അല്ലായിരുന്നു, അവിടെ പകുതി വെച്ചിട്ട് ഇതേപോലെ വണ്ണത്തിൻ്റെ അവിടെ ഇത് വെച്ചിട്ട് കണ്ടോ ഇങ്ങനെ കുഴിച്ച് വെട്ടുന്ന ഈ ഷേപ്പ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്യാം കേട്ടോ. അങ്ങനെ ഏത് രീതി വേണമെങ്കിലും ചെയ്യാം. ഇനി ഞാൻ നെക്ക് വെട്ടുമ്പോഴും ഇതേപോലെ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് 1.5 ഇഞ്ച് തയ്യെത്തും പോകണം അല്ലേ. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ 2 ടക്ക് വേണമല്ലോ. 11.25ൻ്റെ സെൻറ്റർ, 11.25ൻ്റെ പകുതി. ഓക്കെ, അപ്പം 5 ഒരു പോയിൻ്റ് കൂടെ വരും. ടക്കിൻ്റെ നീളം ഒരു 4 ഇഞ്ച്. അപ്പം 4 എന്ന് പറയുമ്പോൾ ഇവിടെ 1 ഇഞ്ച് തയ്യെത്തുമ്പോൾ 4.25 വരും. ഇങ്ങനെ വരും. ഇവിടെ നമുക്ക് 1 ഇഞ്ച് ടക്ക്. എന്നിട്ട് നമുക്കിനി കട്ട് ചെയ്യാം. അപ്പോൾ ലൈനിങ്ങിലാണ് ഞാൻ മെഷർമെൻ്റ് എടുത്തിരുന്നത്. ലൈനിങ് കറക്റ്റ് മെഷർമെൻ്റ് എടുത്തതിന് ശേഷം മെയിൻ പീസ് വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പോൾ ഇതുവരെ ഞാൻ വീഡിയോ ഒക്കെ ഇടാഞ്ഞത് നല്ലൊരു സൗകര്യമായിട്ടൊരു റൂമിൽ എല്ലാം റെഡിയാക്കിയിട്ട് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് റെഡിയാക്കി ഇനി നമുക്ക് തുടരെ നമ്മുടെ വീഡിയോസ് ഉണ്ടാകും കേട്ടോ. ഓക്കെ, ആദ്യം നെക്ക് ഭാഗമാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. ആദ്യം നെക്ക് ഭാഗം. അത് കഴിഞ്ഞതിന് ശേഷം ഷോൾഡർ ഭാഗം. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 ഇഞ്ച് ഷോൾഡർ ഷേപ്പ് 1/2 ഇഞ്ച്. ഞാൻ അങ്ങനെ കട്ട് ചെയ്യത്തില്ല. ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് 1/2 ഇഞ്ച് പിടിച്ച് ചരിച്ചങ്ങ് തയ്ക്കത്തേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് തയ്യൽത്തുമ്പിടണം കേട്ടോ. ഇവിടെ ഇങ്ങനെ നേരെ കൊണ്ടുവന്ന് വെട്ടരുത്. ഇച്ചിരി 1/2 ഇഞ്ച് അല്ല, ഒരു 4 ഇഞ്ച് പോയിട്ട് താഴെ നിന്ന് വന്ന് ഇതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. കണ്ട. അപ്പോൾ നമുക്ക് വണ്ണം കിട്ടിയ ഭാഗത്ത് നമ്മുടെ വണ്ണം മാർക്ക് ചെയ്യുക. അവിടെ ഡോട്ടിട്ട് കൊടുത്ത് വേസ്റ്റ് ഭാഗത്ത് വണ്ണവും മാർക്ക് ചെയ്തു. ടക്കിടിൻ്റെ ഭാഗത്ത് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ മെഷർമെൻറ്റ്
ഈ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ഈ ലൈനിൽ കൂടെ വേണം നമുക്ക് അടിക്കാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇതിങ്ങനെ എടുത്തിട്ട് നിങ്ങൾ ചോക്കിൻ്റെ വരയുണ്ടല്ലോ, ഉണ്ടോ, ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് അരിക്കണം. അപ്പോൾ ആ ലൈനിൽ രണ്ട് സൈഡിലും ആ ലൈൻ വരും കേട്ടോ. അപ്പോൾ നമുക്ക് അടിക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പം കണ്ടില്ലേ? ഇപ്പോൾ നമുക്ക് പുറത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്, ആ ലൈനിൽ കൂടെ അങ്ങ് അടിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്തു അല്ലേ? ഇനി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യണം. ലൈനിങ് ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഇവിടെ നിന്നല്ലേ ബാക്ക് പീസ് കട്ട് ചെയ്തല്ലോ, ബാക്ക് പീസ് ഇവിടെ നിന്നല്ലേ കട്ട് ചെയ്തത്. ഇനി ഇതിനെ ഇങ്ങനെ തിരിച്ചിടണം. ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുമ്പോൾ ഇതിനെ ഇങ്ങനെ തിരിച്ച് ഇടണം കേട്ടോ. തിരിച്ചിട്ടതിന് ശേഷം ഈ രീതിയിൽ തിരിച്ചിട്ടിട്ട് വേണം നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാൻ. ഇപ്പം നമ്മുടെ കറണ്ട് പോയി, അതുകൊണ്ട് ഞാൻ ബാക്ക് പീസ് കട്ട് ചെയ്തിട്ട് നിർത്തും. ഇനി കറണ്ട് വരുമ്പോൾ കട്ട് ചെയ്യാം കേട്ടോ.